ഇരട്ടി മധുരം അഥവാ അതിമധുരം 50 മുതൽ 150 സെമി വരെ ഉയരത്തിൽ വളർന്നു പന്തലിക്കുന്ന ചിരസ്ഥായിയായ ഔഷധ ചെടിയാണ് ഇരട്ടി മധുരം. സാധാരണയുള്ള മധുര വസ്തുക്കളെക്കാൾ അധികം മധുരമുള്ളതുകൊണ്ടാണ് ഇതിന് ഇരട്ടി മധുരം എന്ന പേര് സിദ്ധിച്ചത്. ആമാശയ വ്രണം ശമിപ്പിക്കുവാൻ ഉത്തമമായ ഔഷധമാണിത്. സംസ്കൃതിയിൽ യഥീഷ്ടമധു, ക്ലീതക, അതിസത, മധുസ്രവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പാപ്പിലിയോണിസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ഇരട്ടി മധുരം. ഗ്ലൈഖറിയസ ഗ്ലാബ്രാസ എൽ എന്നാണ് ശാസ്ത്രീയ നാമം. ഭാരതത്തിൽ പഞ്ചാബിലെ വടക്കൻ പ്രവിശ്യകളിലും കാശ്മീരിലും ഹിമാലയൻ താഴ്വരകളിലും ഇരട്ടിമധുരം കണ്ടുവരുന്നു. ഇരട്ടിമധുരം അഫ്ഗാനിസ്ഥാൻ, സൈബീരിയ, അറേബ്യ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. വേര്, കിഴങ്ങ് എന്നിവയാണ് ഇരട്ടിമധുരത്തിന്റെ ഔഷധയോഗ ഭാഗങ്ങളായി കണ്ടുവരുന്നത്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ ഇരട്ടിമധുരം പിത്തവികാരങ്ങൾക്ക് ഉത്തമമാണ്. ആമാശയത്തിലും കുടലിലുമുള്ള മൃദുകലങ്ങളെ സംരക്ഷിക്കുവാൻ ഇരട്ടിമധുരത്തിന് പ്രത്യേക കഴിവുണ്ട്. കൂടാതെ അസ്വാഭാവികമായ നെഞ്ചെടുപ്പ് ക്രമത്തിലാക്കുവാൻ ഇരട്ടിമധുരത്തിന് കഴിയും. ഛർദി അകറ്റുവാനും ഇത് ഉപയോഗിക്കുന്നു. ക്ഷയം, ചുമ ഇത്യാദി രോഗങ്ങളെയും ഇരട്ടിമധുരം ശമിപ്പിക്കുന്നു. സ്വരശുദ്ധി കൈവശത്തിന് സഹായിക്കും. ശുക്ലവർദ്ധിനിയുമാണ്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ ഇരട്ടിമധുരം, രക്തചന്ദ്രം എന്നിവ സമമെടുത്ത് പൊടിച്ച് 5 ഗ്രാം വീതം 50 മില്ലി പാലിൽ കലക്കി ദിവസം കുടിക്കുന്നത് രക്തപിത്തം, ഛർദി, ക്ഷയം, രക്താസാരം എന്നീ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് വളരെയേറെ ഉപയോഗം ചെയ്യും. ഇരട്ടിമധുരം വ്രണരോഗങ്ങൾ സ്വഭാവമുള്ളതാണ്. വേപ്പില, മഞ്ഞൾപ്പൊടി, ഇരട്ടിമധുരം ഇവ പൊടിച്ച് തേനും ചേർത്ത് കൽക്കമാക്കി വ്രണങ്ങളിൽ വെച്ച് കെട്ടിയാൽ വ്രണങ്ങൾ എളുപ്പം കരിയുന്നു. ഇരട്ടിമധുരം കടുകാരോവണ്ണി, കുളികി, ചൂക്ക് ഇവ സമം ചേർത്ത് പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് വാതരക്തത്തിന് ഉത്തമമാണ്. വാരചൂർണം തേനും നെയ്യും വിധിപ്രകാരമുള്ള അളവുകളിൽ ചേർത്ത് പതിവായി സേവിക്കുകയാണെങ്കിൽ നേത്രരോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. തൊണ്ടരോഗങ്ങൾക്ക് ഇരട്ടിമധുരം നിന്നാണ്. ഇരട്ടിമധുരം ചവച്ചിറക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥതകൾ അകറ്റി സ്വരശക്തി കൈവരുത്തും. ഇരട്ടിമധുരം ആവണക്കെണ്ണ ചേർത്ത് കഴിക്കുന്നത് പിത്തശൂലയ്ക്ക് വിശേഷമാണ്. കാസരോഗം ശമിപ്പിക്കുന്നതിന് ഇരട്ടിമധുരം ഇല്ലിപ്പൂവ്, കോരക്ക്, ഉണക്കമുന്തിരി, വംശരോചന, കർക്കടക ശക്തി എന്നിവൾക്കർ ചേർത്ത് പൊടിച്ച് വിധിപ്രകാരം സേവിക്കുന്നത് നല്ലതാണ്.